ആഹാ! എന്ത് ഭംഗിയാണല്ലേ കാണാൻ. തല്ലാൻ ഞാൻ വിട്ടു. എന്നെ പറ്റിയല്ല പറഞ്ഞത്. ഞാൻ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. ഇത് സദേൺ സ്പൈസസ്, വൺ ഓഫ് ദ ലീഡിംഗ് റെസ്റ്റോറൻറ്റ് ഇൻ ലെസ്റ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റിയാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് അവർ ക്രിസ്മസിനോ അതുപോലെ LMCC, അതായത് ലെസ്റ്റർ മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി അണിയിച്ചൊരുക്കിയ രൂപമാണ് കണ്ടത്. മാത്രം പോരാ, ഫുഡ് മുഖ്യം പിക്കിലെ എന്നല്ലേ. റെസ്റ്റോറൻ്റ് ആകുമ്പോൾ ഫുഡാണല്ലോ ഏറ്റവും മെയിനായിട്ട് വരേണ്ടത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. എന്ത് വെറൈറ്റിയാണ് വേണ്ടത്, എല്ലാം അവൈലബിൾ ആണ്. ചൈനീസ്, കോണ്ടിനെൻ്റൽ, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഏത് വേണോ, അറബിക്ക്, ഏത് വേണമെങ്കിലും അവൈലബിൾ ആണ്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒന്നും മാറ്റി വയ്ക്കാനില്ല കേട്ടോ. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് അവർ LMCCക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്ന ഒരു ബഫയാണ്. ഇങ്ങനത്തെ ബഫയൊക്കെ നമ്മൾ നാട്ടിലല്ലേ കാണാറുള്ളൂ, നാട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ. അതവിടെ UK കിട്ടുകയെന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയല്ലേ. നല്ല ഭംഗിയായിട്ടാണ് ഇവർ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇതിന് ഇവർ പാർട്ടി ഓർഡേഴ്സും എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാറ്ററിങ്ങും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ തന്നെ ഒരു പാർട്ടി ഹാളുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ബുക്ക് ചെയ്യുന്ന മെനുവിനനുസരിച്ച് ചെറിയ ഡിസ്കൗണ്ട് ചാർജസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്തോ 1-2 മാസമൊക്കെ അത് ഫ്രീയും ആണെന്ന് തോന്നുന്നു, പാർട്ടി ഹാൾ നമ്മൾ ഇതുപോലെ ബഫയൊക്കെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ നടത്താനുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റാണ് സദേൺ സ്പൈസസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇവരുടെ ഈ ഡെസേർട്ടാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, അത് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ശരിക്കും നോക്കി നിൽക്കാൻ തോന്നും, എടുത്ത് നശിപ്പിക്കാൻ തോന്നില്ല. പക്ഷേ എടുത്ത് നശിപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം നല്ല ടേസ്റ്റാണ്. പിന്നെ വീണ്ടും വീണ്ടും പോയി നമ്മൾ എന്താണെങ്കിലും എടുത്ത് കഴിക്കും. അത്ര നല്ല അടിപൊളി പുഡിങ്ങുകളാണ് അവരുടെ. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് സദേൺ സ്പൈസസ്. പാർട്ടിയെന്ന് മാത്രമൊന്നുമല്ല കേട്ടോ, നോർമൽ ഒരു ഡേയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഏത് നാടൻ ഐറ്റം വേണോ എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇനി അതല്ലാതെ ഉച്ചയ്ക്ക് നല്ല പൊതിച്ചോറ്, ചോറ്റുപാത്രം ചോറ്, അതുപോലെ മീൻ തലക്കറി, അങ്ങനെ കുറേ നൊസ്റ്റു ഐറ്റംസും ഇവിടെയുണ്ട്. ഇനി വൈകിട്ടൊരു അറബിക് മന്തിയൊക്കെയാണ് കഴിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു അൽഫാം ചിക്കനാണ് കഴിക്കാൻ തോന്നുന്നതെന്നുണ്ടെങ്കിൽ അതുമുണ്ട്. അങ്ങനെ എല്ലാ വെറൈറ്റിയും ഇവർ പിടിക്കും. വേറൊരു സ്പെഷ്യാലിറ്റി അവർ സ്റ്റാഫിൻ്റെ പെരുമാറ്റം കേട്ടോ. ഈ LMCCയുടെ ഫംഗ്ഷന് 150 പേരെ ആളുകൾ വന്നിരുന്നു. 150 ടിക്കറ്റ് തന്നെ പോയിട്ടുണ്ട്. ഇനി അതല്ലാതെ സ്പോൺസേഴ്സും എല്ലാം ആയിട്ട് അതിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു, ഗസ്റ്റുകളൊക്കെ ആയിട്ട്. പക്ഷേ നമുക്ക് ഒരു റഷും ഫീൽ ചെയ്തില്ല. അത്ര ഭംഗിയായിട്ടാണ് അവിടുത്തെ ആ സ്റ്റാഫ് അത് ഹാൻഡിൽ ചെയ്തത്. അത് ശരിക്കും എടുത്തു പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്ലേറ്റൊക്കെ എംറ്റി ആയിട്ടിരിക്കുമ്പോൾ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്തു. നമുക്കൊരു യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും അവിടെ ചെന്നിട്ട് ഫീൽ ചെയ്തില്ല. ആ ക്രൗഡിനെ അവർ നല്ല രീതിയിൽ മാനേജ് ചെയ്തു. അപ്പോൾ നമുക്കൊരു അതൊരു നല്ല ഹിൻ്റാണ്. കാരണം നമ്മളൊരു പാർട്ടിയൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാതി ഭാരം അതിൽ തന്നെ തരും. അപ്പോൾ നമുക്ക് അതിനൊക്കെ പറ്റിയ ഒരു നല്ല ഓപ്ഷനാണ് സദേൺ സ്പൈസസ് റെസ്റ്റോറൻറ്റ്. എല്ലാവരും കൺസിഡർ ചെയ്യുക. ഓപ്പോസിറ്റ് തന്നെ പാർക്കിങ്ങും അവൈലബിൾ ആണ്. പാർക്കിംഗ് ചാർജസ് ഉണ്ടാവും, പക്ഷേ പാർക്കിംഗ് അവൈലബിൾ ആണ്. അതുപോലെ സിറ്റി സെൻറ്ററിലും തന്നെയാണ്, അപ്പോൾ പോകാനും എളുപ്പമാണ്.